കൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ജില്ലയിൽ മഴക്കെടുതി രൂക്ഷം. 7 വീടുകൾ പൂർണ്ണമായും 102 വീടുകൾ ഭാഗികമായും തകർന്നു. 54 പേരെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി. ഇല്ലിക്കൽ റെഗുലേറ്ററിന്റെ ഷട്ടറുകൾ തുറന്നു. ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ചൊവ്വാഴ്ചയും അവധി. കനത്ത മഴയെ തുടർന്ന് മനക്കൊടി, പുള്ള്, കോടന്നൂർ, നെടുപുഴ റോഡുകളിൽ വെള്ളം കയറി. പൊതുമരാമത്ത് വകുപ്പ് ഈ വഴിയുള്ള ഗതാഗതം നിരോധിച്ചു. ചൂരക്കാട്ടുകര TM പാടശ്ശേരി റോഡിലും വെള്ളം കയറി. ഗുരുവായൂർ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള ഭൂമി ഏറ്റെടുക്കലിന് നഷ്ടപരിഹാര തുകയ്ക്ക് സ്പോൺസറെ കണ്ടെത്താൻ നീക്കവുമായി ദേവസ്വം ബോർഡ്. നഷ്ടപരിഹാരം നൽകേണ്ടി വരിക 600 കോടിയോളം രൂപ. പുതുക്കാട് KSRTC ബസ്സിടിച്ച് വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം. കാഞ്ഞൂർ സ്വദേശിനി സിന്ധുവാണ് മരിച്ചത്. അപകടം മകളെ ബസ് കയറ്റിവിട്ട ശേഷം സ്കൂട്ടറിനടുത്തേക്ക് വരുന്നതിനിടെ. കൊറിയർ സർവീസ് വഴി കഞ്ചാവ് കടത്തിയ കേസിൽ ഒരു പ്രതിയെ കൂടി ആളൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. അറസ്റ്റിലായത് പാലക്കാട് സ്വദേശി അഭിഷേക്. ലഹരി മരുന്നുമായി അറസ്റ്റിലായ നാരായണമംഗലം സ്വദേശിയായ കുപ്രസിദ്ധ ഗുണ്ടയെ കാപ്പ ചുമത്തി ജയിലിലടച്ചു. പുതുക്കാട് സെന്റർ വികസനത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇടപെടണമെന്ന ആവശ്യം ശക്തം. സർവീസ് റോഡുകളുടെ പണി പൂർത്തിയാക്കിയതിനു ശേഷം മാത്രം മേൽപ്പാലം പണി ആരംഭിച്ചാൽ മതിയെന്നും നിർദ്ദേശം. വാർത്തകൾ വിശദമായി. ജില്ലയിൽ മഴക്കെടുതി രൂക്ഷം. ജില്ലയിൽ ഇതുവരെ 7 വീടുകൾ പൂർണ്ണമായും 102 വീടുകൾ ഭാഗികമായും തകർന്നു. 5 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി നിലവിൽ 54 പേരെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ജൂൺ 4 മുതൽ ഓഗസ്റ്റ് 3 വരെ ജില്ലയിലാകെ 1211.39 മില്ലിമീറ്റർ മഴ വരെ 13 മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ചാലക്കുടി, ചാവക്കാട്, മുകുന്ദപുരം താലൂക്കുകളിലായി നിലവിൽ 5 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് തുറന്നിരിക്കുന്നത്. KECBക്ക് 2.23 കോടിയിലധികം രൂപയുടെ നഷ്ടവും കാർഷിക മേഖലയിൽ 28.35 ലക്ഷം രൂപയുടെ നാശനഷ്ടവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. പൊതുമരാമത്ത് വകുപ്പിന്റെ റോഡുകൾക്ക് 3.31 ലക്ഷത്തിലധികം രൂപയുടെ കേടുപാടുകൾ സംഭവിച്ചു. ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ തൃശൂർ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ചൊവ്വാഴ്ച ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. അങ്കണവാടികൾ, ട്യൂഷൻ സെന്ററുകൾ, മദ്രസകൾ, നഴ്സറികൾ, കേന്ദ്രീയ വിദ്യാലയങ്ങൾ, CBSE, ICSE സ്കൂളുകൾ, പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ്. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും ഇന്റർവ്യൂകൾക്കും മാറ്റമില്ല. കരുവന്നൂർ പുഴയിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ഇല്ലിക്കൽ റെഗുലേറ്ററിന്റെ ഷട്ടറുകൾ തുറന്നു. ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായാണ് ഷട്ടറുകൾ തുറന്നത്. ഇല്ലിക്കൽ റെഗുലേറ്ററിന്റെ താഴ്ന്ന പ്രദേശങ്ങളായ കാറളം, അരിമ്പൂർ, പാറളം, അന്തിക്കാട്, മണലൂർ, ചാഴൂർ, ചേർപ്പ്, താന്യം എന്നീ പഞ്ചായത്തുകളിലും പ്രദേശത്തെ കോൾപ്പടവുകളിലും ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ട്. സമീപവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. കനത്ത മഴയിൽ ഉത്രാളിക്കാവ് ക്ഷേത്രത്തിൽ വെള്ളക്കെട്ട്. ചുറ്റമ്പലവും ഊട്ടുപുരയുടെ വശങ്ങളിലും രൂക്ഷമായ വെള്ളക്കെട്ടിലാണ്. പ്രദക്ഷിണ വഴിയിൽ വെള്ളം നിറഞ്ഞ നിലയിലാണ്. മഴ ഇനിയും തുടരുകയാണെങ്കിൽ കൂടുതൽ വെള്ളം കയറാൻ സാധ്യതയുണ്ട്. ക്ഷേത്രത്തിന് മുന്നിലെ പാടശേഖരങ്ങൾ വെള്ളത്തിൽ മുങ്ങിയ നിലയിലാണ്. കനത്ത മഴയിൽ വേലൂർ പഴവൂരിൽ വീട് ഭാഗികമായി തകർന്നു. പടിക്കൽ പുരയ്ക്കൽ ജയന്തന്റെ ഓടിട്ട വീടാണ് തകർന്നത്. തുടർച്ചയായി പെയ്ത മഴയിൽ വീടിന്റെ ചുമര് നനഞ്ഞു കുതിർന്ന് തകർന്നു വീഴുകയായിരുന്നു. വീടിന്റെ അടുക്കളയുടെ ഭാഗമാണ് തകർന്നത്. ജയനും അമ്മ കാർത്തിയായനുമാണ് വീട്ടിൽ താമസിക്കുന്നത്. പഞ്ചായത്ത് അംഗം AS ചന്ദ്രൻ സ്ഥലത്തെത്തി ഇവരെ മറ്റൊരു വീട്ടിലേക്ക് മാറ്റി താമസിപ്പിച്ചു. ശക്തമായ കാറ്റിൽ മുല്ലശ്ശേരി പഞ്ചായത്ത് 10-ാം വാർഡിൽ ഇലക്ട്രിക് ലൈനിലും റോഡിലും മരങ്ങൾ വീണ് ഗതാഗതവും വൈദ്യുതി വിതരണവും തടസ്സപ്പെട്ടു. മുല്ലശ്ശേരി ബ്ലോക്ക് സെന്ററിന് സമീപം അയ്യപ്പക്കുടം റോഡിലാണ് ശക്തമായ കാറ്റിൽ മരങ്ങൾ വീണത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KV ഷിജു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം VK സുരേന്ദ്രൻ, വാർഡംഗം PK പ്രസാദ് എന്നിവരുടെ നേതൃത്വത്തിൽ നാട്ടുകാർ മരങ്ങൾ മുറിച്ചുമാറ്റി. കനത്ത മഴയിൽ കടങ്ങോട് വീട്ടുകിണർ ഇടിഞ്ഞു താണു. പത്തൊടിയിൽ പുത്തൻപിടിയിൽ ഹനീഫയുടെ വീട്ടിലെ കിണറാണ് ഇടിഞ്ഞു വീണത്. വലിയ ശബ്ദത്തോടെയാണ് കിണർ ഇടിഞ്ഞത്. വീടിനോട് ചേർന്ന് മുൻവശത്താണ് കിണർ സ്ഥിതി ചെയ്യുന്നത്. മോട്ടോർ പമ്പ് സെറ്റും മണ്ണിനടിയിലായി.
ശക്തമായ മഴയിൽ പാവറട്ടി പൂച്ചേരി തോട്ടിലേക്ക് കടപുഴകി വീണ മരങ്ങൾ മുറിച്ചുമാറ്റി. മരങ്ങൾ തോട്ടിലേക്ക് വീണതോടെ വെള്ളത്തിന്റെ ഒഴുക്ക് പൂർണ്ണമായും തടസ്സപ്പെട്ടിരുന്നു. 2ാം വാർഡ് അംഗം സുമയ്യ തറയലിന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ മരങ്ങൾ മുറിച്ചുമാറ്റി വെള്ളത്തിന്റെ ഒഴുക്ക് പൂർവ്വസ്ഥിതിയിലാക്കി. പന്തല്ലൂർ ജനതാ സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പ് കെ രാമചന്ദ്രൻ MLA, ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ എന്നിവർ സന്ദർശിച്ചു. പറപ്പൂക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ, ജനപ്രതിനിധികളായ കെ സുധാകരൻ, അജിത രമേശൻ തുടങ്ങിയവരും ഒപ്പമുണ്ടായിരുന്നു. 36 പേരാണ് ജനതാ സ്കൂളിലെ ക്യാമ്പിലുള്ളത്. കനത്ത മഴയെ തുടർന്ന് മനക്കൊടി, പുള്ള്, കോടന്നൂർ, നെടുപുഴ റോഡുകളിൽ വെള്ളം കയറി. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴവെള്ളം ഒഴുകിയെത്തിയതോടെയാണ് മനക്കൊടിയിൽ നിന്ന് പുള്ളിലേക്കും കോടന്നൂർ താണിക്കമുനയത്ത് നിന്ന് നെടുപുഴയ്ക്കുമുള്ള റോഡുകളിൽ വെള്ളം കയറിയത്. മനക്കൊടി പുള്ളു റോഡ് ദീർഘദൂരത്തിൽ വെള്ളത്തിൽ മുങ്ങി. ശാസ്താംകടവ് റോഡിലും വെള്ളം കയറി. മഴ തുടർന്നാൽ മനക്കൊടിയിൽ നിന്ന് പുള്ളിലേക്കും ശാസ്താംകടവിലേക്കുമുള്ള റോഡുകൾ അടച്ചിടേണ്ടി വരും. മനക്കൊടിയിൽ നിന്ന് പുള്ളിലേക്കുള്ള റോഡ് 1/2 കിലോമീറ്ററോളം ദൂരം താഴ്ന്നു കിടക്കുന്നതിനാലാണ് പെട്ടെന്ന് വെള്ളത്തിൽ മുങ്ങി ഗതാഗതം നിരോധിക്കേണ്ട സ്ഥിതി എല്ലാ വർഷവും ആവർത്തിക്കുന്നത്. മഴക്കാലത്ത് ജില്ലയിൽ ആദ്യം വെള്ളം കയറി അടച്ചിടുന്ന റോഡാണിത്. ഇതുമൂലം ചാഴൂർ, താന്യം, പാറളം പഞ്ചായത്തുകളിലെ നിരവധി യാത്രക്കാർ ദുരിതത്തിലാവുകയാണ്. പുള്ളിലെ ടൂറിസം കേന്ദ്രങ്ങൾക്കും റോഡ് മുങ്ങുന്ന സാഹചര്യം ഭീഷണിയാണ്. ഈ റോഡ് 1/2 മീറ്റർ ഉയർത്തി പുനർനിർമ്മിച്ചാൽ തീരുന്ന പ്രശ്നത്തിന് നിരവധി വർഷങ്ങളായി നിവേദനങ്ങളും സമ്മർദ്ദങ്ങളുമായി അധികൃതരെ സമീപിച്ചിട്ടും യാതൊരു നടപടിയും ഉണ്ടാകാത്തതിൽ ജനരോഷം ശക്തമാവുകയാണ്. TCV, തൃശൂർ. മനക്കൊടി പുള്ളു റോഡ്, മനക്കൊടി ശാസ്താംകടവ് റോഡ് എന്നിവിടങ്ങളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് പൊതുമരാമത്ത് വകുപ്പ് ഈ വഴിയുള്ള ഗതാഗതം നിരോധിച്ചു. 3 റോഡിലൂടെ വെള്ളം കവിഞ്ഞൊഴുകുന്നത്. 1.5 അടിയോളം ഉയരത്തിലാണ് വെള്ളം ഒഴുകുന്നത്. റോഡിന്റെ ഉയരക്കുറവ് മൂലമാണ് എല്ലാ വർഷവും വെള്ളം കവിഞ്ഞൊഴുകുന്നതും ഇതുവഴിയുള്ള ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തുന്നതും. മനക്കൊടി 5 മുറി കോൾപടവിൽ മത്സ്യകൃഷിക്കായി സ്ലൂയിസുകൾ അടച്ചതിനാൽ പടവിൽ വെള്ളം നിറഞ്ഞ് സമീപത്തെ ഏതാനും വീടുകളിലേക്ക് കയറിയതിനാൽ ചില കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. അരിമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും നാട്ടുകാരും ചേർന്ന് ചീപ്പ് പൊളിച്ച് വെള്ളം വാര്യംകോളിലേക്ക് ഒഴുക്കിവിട്ടു. ഇവിടെ നിന്നുള്ള വെള്ളം മറ്റു പടവുകൾ വഴി മണലൂർ പടവിലേക്ക് പോകാനുള്ള സൗകര്യത്തിനായി 6ാംകല്ല് പെരുമ്പുഴ ചെറിയ പാലത്തിന് സമീപമുള്ള കഴയും പൊളിച്ചു. തോട്ടുപുഴ പടവിലെ കഴയാണ് ഇനി തുറക്കാനുള്ളത്. ചൂരക്കാട്ടുകര തീയം പാടശ്ശേരി റോഡിൽ വെള്ളം കയറി. ഇതേ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടു. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. ഏത് ബഡ്ജറ്റിലും ഹാപ്പിയാർന്ന ഷോപ്പിംഗ് മമ്മി ഡാഡിയിൽ മാത്രം. മമ്മി ഡാഡി കളക്ഷൻസ്, സെക്കൻഡ് സ്റ്റാൻഡ്, തൃശൂർ. പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ, കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡേ ഇപ്പോൾ ഹരിതയിൽ നിന്നും. Key OTT, 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT, one platform, 32 OTTs. വീണ്ടും വാർത്തകളിലേക്ക്. ഗുരുവായൂർ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള നഷ്ടപരിഹാര തുകയ്ക്ക് സ്പോൺസറെ കണ്ടെത്താൻ നീക്കവുമായി ദേവസ്വം ബോർഡ്. ഏകദേശം 600 കോടി രൂപ നഷ്ടപരിഹാരം നൽകേണ്ടി വരുമെന്നാണ് കണക്ക്. ക്ഷേത്ര വികസനത്തിന്റെ ഭാഗമായ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ അവസാന ഘട്ടത്തിലാണ്. പദ്ധതിയുടെ ഭാഗമായി ആകെ 6.82 ഏക്കർ ഭൂമിയാണ് ഏറ്റെടുക്കുന്നത്. ഇതിൽ 160 കെട്ടിടങ്ങളും 22 കുടുംബങ്ങളുമാണ് ഉൾപ്പെടുന്നത്. ഇവർക്ക് നഷ്ടപരിഹാരമായി നൽകേണ്ട ഏകദേശം 600 കോടി രൂപ ദേവസ്വം കെട്ടിവെക്കണം. ഈ തുകയാണ് സ്പോൺസർമാർ വഴി കണ്ടെത്താൻ ദേവസ്വം ശ്രമിക്കുന്നത്. സന്നദ്ധത അറിയിച്ച് നിരവധി പേർ ദേവസ്വത്തെ സമീപിച്ചിട്ടുണ്ടെന്ന് ചെയർമാൻ AV ഗോപിനാഥ് പറഞ്ഞു. 600 കോടി രൂപയോളം ഈ അസസ്മെന്റിന് ഉപയോഗിക്കേണ്ടി വരും എന്നാണ് ഞങ്ങളുടെ കണക്കുകൂട്ടൽ. ആ 600 കോടി രൂപ നമ്മളെ ദേവസ്വം ഫണ്ടിൽ നിന്ന് ചെലവാക്കുന്നതിന്റെ അപ്പുറം സോഴ്സുകൾ തിരികെ നമ്മളെ ഫണ്ടിൽ തൊടാതെ ദേവസ്വത്തിന് 1 ഉറുപ്പ്യ പോലും ചെലവാക്കാതെ മറ്റു സോഴ്സ് ഒരുപാട് ഭക്തർ വന്നിട്ട് ഇപ്പൊ സ്വർണ്ണ കിരീടങ്ങൾ 2 ആൾ കൊടുത്തു, വെള്ളി ഉരുളികൾ കൊടുത്തു. ഇതൊക്കെ ഈ ദിവസങ്ങളുണ്ടായി. അപ്പൊ ഇപ്പൊ വന്നിട്ട് ഒരുപാട് ആളുകൾ നമുക്ക് വാഗ്ദാനം ചെയ്തിട്ട് ഓരോന്ന് ചെയ്തു തരാ പറഞ്ഞിട്ട്. എന്നാൽ വ്യാപാരികൾ ആശങ്കയിലാണ്. കൃത്യമായ മാസ്റ്റർ പ്ലാൻ അവതരിപ്പിച്ചതിന് ശേഷമേ ഭൂമി ഏറ്റെടുക്കൽ നടപടികളിലേക്ക് കടക്കാവൂ എന്നാണ് ഇവരുടെ പ്രധാന ആവശ്യം.
തങ്ങളുടെ ഉപജീവനമാർഗം സംരക്ഷിക്കുന്ന തരത്തിലുള്ള പുനരധിവാസ പാക്കേജും മതിയായ നഷ്ടപരിഹാരവും ഉറപ്പാക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. എല്ലാവർക്കും നിയമാനുസൃതവും അർഹവുമായ നഷ്ടപരിഹാരവും പുനരധിവാസവും ഉറപ്പാക്കുമെന്ന് ദേവസ്വം വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം മുൻകാല അനുഭവങ്ങളാണ് ഭൂമി നഷ്ടപ്പെടുന്നവർ ചൂണ്ടിക്കാട്ടുന്നത്. ഓണാവധിക്ക് ശേഷം ഇത് സംബന്ധിച്ച് വ്യക്തമായ തീരുമാനമുണ്ടാകും. TCV ന്യൂസ്, ഗുരുവായൂർ. മകളെ ബസ് കയറ്റിവിട്ട ശേഷം സ്കൂട്ടറിനടുത്തേക്ക് നടന്നുപോയ സ്ത്രീ KSRTC ബസ് ഇടിച്ച് മരിച്ചു. പുതുക്കാട് കാഞ്ഞൂർ സ്വദേശി പൊരന്തരപ്പള്ളി വീട്ടിൽ റോയ്സന്റെ ഭാര്യ 48 വയസ്സുള്ള സിന്ധുവാണ് മരിച്ചത്. രാവിലെ പുതുക്കാട് സെന്ററിലായിരുന്നു അപകടം. ചാലക്കുടിക്ക് പോയിരുന്ന പ്രിയദർശിനി ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. പുതുക്കാട് സ്റ്റോപ്പിൽ നിന്ന് മുന്നിലേക്കെടുക്കുന്നതിനിടെ ബസ് ഡ്രൈവർക്ക് തലകറക്കം അനുഭവപ്പെടുകയായിരുന്നു. നിയന്ത്രണം വിട്ട ബസ് വഴിയോരത്തു കൂടി നടന്നു പോകുകയായിരുന്ന സിന്ധുവിനെ ഇടിച്ചു തെറിപ്പിച്ച ശേഷം ദേശീയപാതയോരത്തുള്ള ചായക്കടയിലേക്ക് ഇടിച്ചുകയറി. റോഡിൽ വീണ സിന്ധുവിന്റെ തലയിലൂടെ ബസിന്റെ പിൻചക്രങ്ങൾ കയറിയിറങ്ങി. ബസ് പാഞ്ഞു വരുന്നത് കണ്ട് ചായക്കടയുടെ മുൻപിൽ നിന്നിരുന്ന ആൾക്ക് ഓടിമാറുന്നതിനിടെ വീണ് പരിക്കേറ്റു. ചായക്കടയുടെ കോൺക്രീറ്റ് ഭിത്തിയിൽ ഇടിച്ചാണ് ബസ് നിന്നത്. പരിക്കേറ്റ സിന്ധുവിനെയും ബസ് ഡ്രൈവറെയും നാട്ടുകാർ ചേർന്ന് പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും സിന്ധുവിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. രാജഗിരി ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന മകൾ ആൻമരിയെ ബസ് കയറ്റിവിട്ട ശേഷം നടന്നുവരുന്നതിനിടെയാണ് അപകടം. കനത്ത മഴയെ തുടർന്ന് CG റോഡിന് സമീപം സ്കൂട്ടർ നിർത്തിയ ശേഷം മകൾ ധരിച്ചിരുന്ന മഴക്കോട്ട് തിരികെ വാങ്ങാനാണ് സിന്ധു ബസ് സ്റ്റോപ്പിലേക്ക് പോയത്. പുതുക്കാട് സ്റ്റാൻഡിൽ നിന്നെടുത്ത ബസ്സായതുകൊണ്ട് ഒരു യാത്രക്കാരി മാത്രമാണ് ബസ്സിലുണ്ടായിരുന്നത്. നിയന്ത്രണം വിട്ട ബസ് ഓട്ടോ സ്റ്റാൻഡിനിടയിലൂടെ പാഞ്ഞുകയറി ചായക്കട പ്രവർത്തിക്കുന്ന കെട്ടിടത്തിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. പുതുക്കാട് പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. TCV ന്യൂസ്, പുതുക്കാട്. കടവല്ലൂർ പാടത്ത് കാർ തോട്ടിലേക്ക് മറിഞ്ഞു. ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കുറ്റിപ്പുറം ഭാഗത്തു നിന്ന് തൃശൂർ ഭാഗത്തേക്ക് വരികയായിരുന്ന കാറാണ് റോഡരികിലെ ഡിവൈഡറിലിടിച്ച ശേഷം തോട്ടിലേക്ക് മറിഞ്ഞത്. വാഹനം ഓടിച്ചിരുന്ന മലപ്പുറം വളാഞ്ചേരി കുളത്തൂർ അമ്പലപ്പടി വീട്ടിൽ ജാബിർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഇടിയുടെ ആഘാതത്തിൽ ഡ്രൈവർ ഡോർ തുറന്ന് പുറത്തേക്ക് ചാടിയതിനാൽ ദുരന്തം ഒഴിവായി. വിവരമറിഞ്ഞ് കുന്നംകുളം ഫയർഫോഴ്സ് എത്തിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. തോട്ടിൽ ശക്തമായ ഒഴുക്കുള്ളതിനാൽ വാഹനം പാലത്തിന്റെ അടിയിൽ കുടുങ്ങിയ നിലയിലാണ്. ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ വാഹനം പുറത്തെടുക്കാൻ ശ്രമം നടത്തിയെങ്കിലും സാധിച്ചില്ല. കാർ പുറത്തെടുക്കാനുള്ള ശ്രമം ചൊവ്വാഴ്ച തുടരും. കൊറിയർ സർവീസ് വഴി കഞ്ചാവ് കടത്തിയ കേസിൽ ഒരു പ്രതിയെ കൂടി ആളൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. പാലക്കാട് അലനല്ലൂർ സ്വദേശി പാലക്കാത്തുടി വീട്ടിൽ അഭിഷേകാണ് പിടിയിലായത്. ഹൈദരാബാദിൽ നിന്നാണ് പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. സബ് ഇൻസ്പെക്ടർമാരായ അമൽ ജോയ്, ജെയ്സൺ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. കേസുമായി ബന്ധപ്പെട്ട് 3 പ്രതികളെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ലഹരി മരുന്നുമായി അറസ്റ്റിലായ കുപ്രസിദ്ധ ഗുണ്ടയെ കാപ്പ ചുമത്തി. പുല്ലൂറ്റ് നാരായണമംഗലം സ്വദേശി മുണ്ടോലി വീട്ടിൽ അമ്പാടി എന്ന് വിളിക്കുന്ന അക്ഷയനെയാണ് തൃശൂർ റൂറൽ പോലീസ് കാപ്പ ചുമത്തി 6 മാസത്തേക്ക് ജയിലിലാക്കിയത്. കളക്ടർ ശിഖ സുരേന്ദ്രനാണ് കാപ്പ ചുമത്തി ഉത്തരവിട്ടത്. ദേശീയപാത പുതുക്കാട് ജംഗ്ഷനിൽ ഗതാഗതം സുഗമമാക്കുന്നതിനും പരിസ്ഥിതി പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിനും നിർദ്ദിഷ്ട മേൽപ്പാലം പൂർണ്ണമായും തൂണുകളിൽ പണിയണമെന്ന് പുതുക്കാട് ചേർന്ന യോഗം ആവശ്യപ്പെട്ടു. ആമ്പല്ലൂർ അടിപ്പാത, പുതുക്കാട് മേൽപ്പാലം നിർമ്മാണം എന്നിവ സംബന്ധിച്ച ആശങ്കകൾ പരിഹരിക്കുന്നതിന് KK രാമചന്ദ്രൻ MLA ആവശ്യപ്രകാരം ജില്ലാ കളക്ടർ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് നിർദ്ദേശം. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ ചേർന്ന യോഗത്തിൽ KK രാമചന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. ഡെപ്യൂട്ടി കളക്ടർ M. ബിപിൻ കുമാർ, ദേശീയപാത അതോറിറ്റി പ്രോജക്ട് ഡയറക്ടർ അൻസിൽ ഹസൻ, തൃശൂർ റൂറൽ അഡീഷണൽ SP VA കൃഷ്ണദാസ്, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി VB, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ VT വിജയലക്ഷ്മി, രതി ബാബു, ഭാഗ്യവതി ചന്ദ്രൻ, മീന മദനൻ, പുതുക്കാട് SHO ആദം ഖാൻ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. പുതുക്കാട് സെന്ററിന്റെ വികസനത്തിന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇടപെടണമെന്ന് യോഗത്തിൽ ആവശ്യമുയർന്നു. സർവീസ് റോഡുകളുടെ പണി പൂർത്തിയാക്കിയതിനു ശേഷം മാത്രം മേൽപ്പാലം പണി ആരംഭിച്ചാൽ മതിയെന്നും യോഗം നിർദ്ദേശിച്ചു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭക്തർക്ക് സുഖദർശനം സാധ്യമാക്കുന്നതിനായി ദേവസ്വം നടപ്പാക്കുന്ന വെർച്വൽ ക്യൂ ദർശന സൗകര്യം ചൊവ്വാഴ്ച നിലവിൽ വരും. ആദ്യഘട്ടമെന്ന നിലയിൽ മണിക്കൂറിൽ 300 ഭക്തർക്ക് ഓൺലൈൻ വഴി ദർശനം സാധ്യമാകും. പരീക്ഷണാടിസ്ഥാനത്തിൽ എല്ലാ ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചയുമാണ് ദർശനം. ദിവസവും 8 മണിക്കൂർ വെർച്വൽ ക്യൂ ദർശനമുണ്ടാകും. പ്രതിദിനം 2400 ഭക്തർക്ക് ദർശന സൗകര്യം ലഭിക്കും. രാവിലെ 7 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെയും വൈകിട്ട് 4 മുതൽ 6 വരെയും ഈ സൗകര്യമുണ്ടാകും. ഓഗസ്റ്റ് മാസത്തെ വെർച്വൽ ക്യൂ ദർശനത്തിന്റെ ബുക്കിംഗ് പൂർത്തിയായി. സെപ്റ്റംബറിലെ ഓൺലൈൻ ബുക്കിംഗ് വൈകാതെ തുടങ്ങുമെന്ന് ദേവസ്വം അധികൃതർ അറിയിച്ചു. ദേവസ്വത്തിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയാണ് ബുക്കിംഗ് നടത്തുന്നത്. മറ്റത്തൂർ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ നിർത്തിവെച്ച രാത്രി ചികിത്സ പുനരാരംഭിക്കുക, ആവശ്യമായ ഡോക്ടർമാരെ നിയമിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് BJP പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധ മാർച്ച് നടത്തി. കോടാലി സെന്ററിൽ നിന്ന് ആരംഭിച്ച മാർച്ച് ആശുപത്രി പരിസരത്ത് പോലീസ് തടഞ്ഞു.
തുടർന്ന് നടന്ന ധർണ BJP തൃശൂർ സിറ്റി ജില്ലാ സെക്രട്ടറി NR റോഷൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം ജനറൽ സെക്രട്ടറി രാമദാസ് വൈലൂർ, പഞ്ചായത്ത് അംഗങ്ങളായ അതുൽ കൃഷ്ണ, അശ്വതി സുബീഷ്, ഷീജ അജിത് തുടങ്ങിയവർ നേതൃത്വം നൽകി. കൊരട്ടിക്കര പെട്രോൾ പമ്പിന് സമീപം പിക്കപ്പ് ലോറി ഓട്ടോറിക്ഷയിലിടിച്ച് ഓട്ടോറിക്ഷ ഡ്രൈവർക്കും യാത്രക്കാരിക്കും പരിക്കേറ്റു. ഡ്രൈവർ പുത്തങ്കുളം കല്ലുപറമ്പിൽ നൌഷാദ്, ഓട്ടോ യാത്രക്കാരി പാതാക്കര വലിയാലുക്കൽ രാജേഷ് ഭാര്യ രഞ്ജിനി എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇരുവരെയും കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചങ്ങരംകുളത്തു നിന്നും തൃശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ചരക്ക് പിക്കപ്പ് ലോറി നിയന്ത്രണം വിട്ട് പെരുമ്പിലാവ് ഭാഗത്തേക്ക് വരികയായിരുന്ന ഓട്ടോയുടെ പിറകിലിടിക്കുകയായിരുന്നു. എരുമപ്പെട്ടി പന്നിത്തടത്ത് കാറും ബൈക്കും കൂട്ടിയിടിച്ച് ഒരാൾക്ക് പരിക്കേറ്റു. പരിക്കേറ്റ ബൈക്ക് യാത്രക്കാരനായ മരത്തങ്കോട് സ്വദേശി നാറാണത്ത് വീട്ടിൽ സിദ്ദിഖിനെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന കാർ കുന്നംകുളം ഭാഗത്തേക്ക് പോകുന്നതിന് വേണ്ടി റോഡിലേക്ക് എടുത്തപ്പോൾ എതിർദിശയിൽ നിന്ന് വന്നിരുന്ന ബൈക്ക് ഇടിക്കുകയായിരുന്നു. ഒരു ഇടവേള കൂടി. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ. കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. ഇത് കാണുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താ ഈ കാണിക്കുന്നതെന്നല്ലേ. TV ഇനി ഫോണിലും കിട്ടും. കേരള വിഷൻ ഡിജിറ്റൽ TV സബ്സ്ക്രൈബേഴ്സിന് കീ OTTയിലെ KV Go ഫീച്ചർ വഴി TV ഇനി എവിടെയും കാണാം. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി ഒരു EV കാർ. സബ്സ്ക്രൈബ് ചെയ്യൂ, റിന്യൂ ചെയ്യൂ, നേടൂ മറ്റനേകം സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ്, കണക്ട് ആൻഡ് വിൻ. വീണ്ടും വാർത്തകളിലേക്ക്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ഫണ്ട് വിഹിതം UDF സർക്കാർ വെട്ടിക്കുറച്ചതിനെതിരെ LDF അരിമ്പൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മുൻ MP CN ജയദേവൻ ഉദ്ഘാടനം ചെയ്തു. CPM അരിമ്പൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KM ഗോപിദാസൻ അധ്യക്ഷത വഹിച്ചു. രാകേഷ് കണിയാമ്പറമ്പിൽ, K രാകേഷ്, KK മുകുന്ദൻ, ഷിമി ഗോപി തുടങ്ങിയവർ സംസാരിച്ചു. LDFിന്റെ നേതൃത്വത്തിൽ വെങ്കിടങ്ങ് പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി വിഹിതം വെട്ടിക്കുറച്ച് ഗ്രാമവികസനം അട്ടിമറിച്ച UDF സർക്കാർ നയത്തിനെതിരെയായിരുന്നു മാർച്ച്. CPM മണലൂർ ഏരിയ സെക്രട്ടറി PA രമേശൻ ഉദ്ഘാടനം ചെയ്തു. RP റഷീദ് യോഗത്തിൽ അധ്യക്ഷനായി. ത്രിതല പഞ്ചായത്തുകളുടെ ഫണ്ട് വെട്ടിക്കുറച്ച UDF നയത്തിനെതിരെ LDF കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അവണിശ്ശേരി പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. CPM ചെർപ്പ് ഏരിയ കമ്മിറ്റി അംഗം KS മോഹൻദാസ് ധർണ ഉദ്ഘാടനം ചെയ്തു. ES പ്രതീഷ് അധ്യക്ഷത വഹിച്ചു. CS സംഗീത്, VG വനജകുമാരി, KN രാജൻ, KP പ്രസാദ്, നിത്യ ജയരാജൻ എന്നിവർ സംസാരിച്ചു. തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ച സംസ്ഥാന സർക്കാരിന്റെ നടപടിക്ക് പ്രതിഷേധിച്ച് LDF എരുമപ്പെട്ടി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എരുമപ്പെട്ടി പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. CPM വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറി ഡോക്ടർ KD ബാഹുലയൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. CPI മണ്ഡലം കമ്മിറ്റി അംഗം KV ശങ്കരനാരായണൻ അധ്യക്ഷനായി. CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായ M നന്ദീഷ്, PC അബാൽമണി, പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ്, V രഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു. പുറമ്പോക്ക് കയ്യേറിയും പാർക്കിംഗ് ഏരിയ അടച്ചുകെട്ടിയുമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ അനുവദിക്കില്ലെന്ന് ചാലക്കുടി നഗരസഭാ ചെയർപേഴ്സൺ ആലീസ് ഷിബു പറഞ്ഞു. സൗത്ത് ജംഗ്ഷനിൽ ഇറിഗേഷൻ കനാൽ ബണ്ടിൽ നടന്ന അനധികൃത നിർമ്മാണം ഉടമ തന്നെ പൊളിച്ചു നീക്കിയെങ്കിലും പാർക്കിംഗ് ഭാഗത്ത് നടത്തിയ അനധികൃത നിർമ്മാണം ഇപ്പോഴും തുടരുകയാണ്. കനാൽ ബണ്ടിലെ നിർമ്മാണം മാത്രം പൊളിച്ചു നീക്കിയതിൽ തൃപ്തരാണെന്ന LDFിന്റെ പ്രസ്താവന സംശയം ജനിപ്പിക്കുന്നതാണെന്നും ചെയർപേഴ്സൺ പറഞ്ഞു. വൈസ് ചെയർമാൻ KV പോൾ, സ്ഥിരം സമിതി അധ്യക്ഷരായ ആനി പോൾ, OS ചന്ദ്രൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ചാഴൂർ കാരാഞ്ചിറ ബണ്ട് റോഡ് തകർച്ചാ ഭീഷണിയിൽ.
പഴുവിൽ നിന്നും കാരാഞ്ചിറ, കിഴുപ്പള്ളിക്കര, കാട്ടൂർ, ഇരിങ്ങാലക്കുട തുടങ്ങിയ ഭാഗങ്ങളിലേക്ക് നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന പ്രധാന റോഡാണിത്. റോഡിന്റെ പുത്തൻതോടിനോട് ചേർന്നുള്ള പല ഭാഗങ്ങളും തകർന്ന അവസ്ഥയിലാണ്. റോഡിനോട് ചേർന്ന് നിന്നിരുന്ന വലിയ മരം കടപുഴകി തോട്ടിലേക്ക് വീണതോടെയാണ് ഒരു ഭാഗം ഇടിഞ്ഞു താഴ്ന്ന് കുഴി രൂപപ്പെട്ടത്. ഇത് വലിയ അപകട ഭീഷണി ഉയർത്തുന്നുണ്ട്. അപകട സാധ്യതയുള്ള ഭാഗങ്ങളിൽ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച നേതൃസംഗമം DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് MM നിഷാദ് അധ്യക്ഷനായി. DCC സെക്രട്ടറി PS സുനീഷ്, UDF നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ, നേതാക്കളായ NK കബീർ, MC ഐജു, സഫീന ആസീസ്, KR രാധിക, CG ജോൺ എന്നിവർ സംസാരിച്ചു. അതുപോലെ തന്നെ എരുമപ്പെട്ടി പഞ്ചായത്തിന്റെ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടി വെള്ളക്കെട്ട് രൂപപ്പെട്ട പാവർട്ടി 4-ാം വാർഡിലെ കോഴിത്തോട് നാട്ടുകാരുടെ സഹായത്തോടെ ശുചീകരിച്ചു. വാർഡംഗം ബിന്ദു സാംസന്റെ നേതൃത്വത്തിലാണ് തോട് വൃത്തിയാക്കിയത്. മഴക്കാലത്ത് തോടടഞ്ഞതോടെ സമീപത്തെ വീടുകളിലേക്ക് വെള്ളം കയറുന്ന സ്ഥിതിയായിരുന്നു. പ്രദേശത്തെ 40 വീടുകളിലേക്കുള്ള ഏക വഴി ഒരു പാലം മാത്രമാണ്. നിലവിലെ പാലം ശോചനീയാവസ്ഥയിലായതിനാൽ പുതിയ പാലം നിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് മുൻമന്ത്രി റോഷി അഗസ്റ്റിൻ 14 ലക്ഷം രൂപ ചെലവിൽ ബോക്സ് പാലം നിർമ്മിക്കുന്നതിന് അനുമതി നൽകിയിരുന്നുവെങ്കിലും നിർമ്മാണം തുടങ്ങിയിട്ടില്ല. അന്തിക്കാട് പോലീസ് ജനമൈത്രി സമിതിയുടെയും അരിമ്പൂർ പഞ്ചായത്ത് 10-ാം വാർഡ് ADS കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ പ്രതിരോധ ക്ലാസ് നടത്തി. വാർഡംഗം ദീപ വിനേഷ് ഉദ്ഘാടനം ചെയ്തു. CDS മെമ്പർ മഹേശ്വരി അധ്യക്ഷത വഹിച്ചു. അന്തിക്കാട് റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ N രാജേഷ് ക്ലാസ് എടുത്തു. അന്തിക്കാട് പോലീസ് ജനമൈത്രി സമിതി സെക്രട്ടറി മിനി പയ്യപ്പാട്ട്, അംഗങ്ങളായ ജയപ്രകാശ്, K രാകേഷ്, സുഭാഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,220 രൂപ, പവന് 1,05,760 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ജില്ലയിൽ മഴക്കെടുതി രൂക്ഷം. 7 വീടുകൾ പൂർണ്ണമായും 102 വീടുകൾ ഭാഗികമായും തകർന്നു. 54 പേരെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി. ഇല്ലിക്കൽ റെഗുലേറ്ററിന്റെ ഷട്ടറുകൾ തുറന്നു. ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ചൊവ്വാഴ്ചയും അവധി. കനത്ത മഴയെ തുടർന്ന് മനക്കൊടി, പുള്ള്, കോടന്നൂർ, നെടുപുഴ റോഡുകളിൽ വെള്ളം കയറി. പൊതുമരാമത്ത് വകുപ്പ് ഈ വഴിയുള്ള ഗതാഗതം നിരോധിച്ചു. ചൂരക്കാട്ടുകര തീയം പാടശ്ശേരി റോഡിലും വെള്ളം കയറി. ഗുരുവായൂർ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള ഭൂമി ഏറ്റെടുക്കുന്നതിന് നഷ്ടപരിഹാര തുകയ്ക്ക് സ്പോൺസറെ കണ്ടെത്താൻ നീക്കവുമായി ദേവസ്വം ബോർഡ്. നഷ്ടപരിഹാരം നൽകേണ്ടി വരിക 600 കോടിയോളം രൂപ. പുതുക്കാട് KSRTC ബസ്സിടിച്ച് വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം. കാഞ്ഞൂർ സ്വദേശിനി സിന്ധുവാണ് മരിച്ചത്. അപകടം മകളെ ബസ് കയറ്റിവിട്ട ശേഷം സ്കൂട്ടറിനടുത്തേക്ക് വരുന്നതിനിടെ. കൊറിയർ സർവീസ് വഴി കഞ്ചാവ് കടത്തിയ കേസിൽ ഒരു പ്രതിയെ കൂടി ആളൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. അറസ്റ്റിലായത് പാലക്കാട് സ്വദേശി അഭിഷേക്. ലഹരി മരുന്നുമായി അറസ്റ്റിലായ നാരായണമംഗലം സ്വദേശിയായ കുപ്രസിദ്ധ ഗുണ്ടയെ കാപ്പ ചുമത്തി ജയിലിലടച്ചു. പുതുക്കാട് സെന്റർ വികസനത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇടപെടണമെന്ന ആവശ്യം ശക്തം. സർവീസ് റോഡുകളുടെ പണി പൂർത്തിയാക്കിയതിനു ശേഷം മാത്രം മേൽപ്പാലം പണി ആരംഭിച്ചാൽ മതിയെന്നും നിർദ്ദേശം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.